ഇവർക്കിത് എന്തു പറ്റി? ആരെ പറ്റിയാണെന്നറിയാമോ? ജെൻസി തലമുറയിലെ എംപ്ലോയീസിനെ പറ്റിയാണ്. ജെൻസി ജീവനക്കാർ ജോലി വിട്ടുപോകുന്നു എന്ന് ഒരുപാട് കമ്പനികൾ പരാതിപ്പെടുന്നത് കേൾക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ പരാതി പറയുന്നതിന് മുമ്പ് ശരിക്കും നമ്മൾ ഈ മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ജെൻസി തലമുറയിലെ എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അവരുടെ ആ ഒരു ആഗ്രഹം കൃത്യമായി നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചാൽ സ്കിൽഡ് ആയിട്ടുള്ള വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ, ജെൻസി തലമുറയിലെ എംപ്ലോയീസിനെ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. ഒന്ന്, വർക്ക് ലൈഫ് ബാലൻസ് ആണ്. വെറും ഒരു 9 to 5 ജോലി മാത്രം ഇന്നത്തെ തലമുറയിലെ എംപ്ലോയീസിന് പോരാ. പകരം ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സും മെന്റൽ ഹെൽത്ത് ബീയിങ്സിനും വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇന്നത്തെ തലമുറയിലെ എംപ്ലോയീസ്. സോ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കണം. 2, വർഷാവസാനം കൊടുക്കുന്ന സാലറിയേക്കാൾ അല്ലെങ്കിൽ അപ്രൈസിനേക്കാൾ കൃത്യസമയത്ത് ലഭിക്കുന്ന അംഗീകാരവും ഫീഡ്ബാക്കും അവർ ഇഷ്ടപ്പെടുന്നു. അത് കൃത്യമായി നിങ്ങൾക്ക് നൽകാൻ സാധിക്കണം. 3, ഞാൻ എന്തിനീ ജോലി ചെയ്യുന്നു, അതായത് വെറുതെ കുറെ ജോലി ചെയ്യുക എന്നതിനെക്കാട്ടിലുപരി അവർ ഈ ജോലി ചെയ്യുമ്പോൾ സമൂഹത്തിന് എന്ത് ഇമ്പാക്റ്റ് ആണ് അവരിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കമ്പനിയുടെ ലാഭത്തിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ. ഒരേ ജോലി, 4ാമത്തെ കാര്യം, ഒരേ ജോലി ചെയ്ത് മടുക്കുന്നവർ, അതായത് പഴയ പോലെ കുറേ വർഷം ഒരേ ജോലി തന്നെ ചെയ്യാനൊന്നും ഇന്നത്തെ ജെൻസി തലമുറയിലെ എംപ്ലോയീസ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പുതിയ സ്കില്ലുകൾ പഠിക്കാനും കരിയറിൽ വേഗത്തിൽ വളരാനുമുള്ള അവസരങ്ങൾ കമ്പനി നൽകണം. ഓർക്കുക, ജെൻസിന്റെ ഇൻട്രസ്റ്റുകൾ, ഇത്തരത്തിലുള്ള അവരുടെ ഇൻട്രസ്റ്റുകൾ, ടേസ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കമ്പനിയുടെ കൂടെ ലോങ് ടൈം നിൽക്കാൻ സഹായിക്കും. ഇത് ഭാവിയിൽ ഏറ്റവും മികച്ച ടാലന്റ് പൂൾ സ്വന്തമാക്കാനും ആ കമ്പനിക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജെൻസി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കൺട്രോളബിൾ അല്ലാത്ത ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഒന്നും അല്ല. നമ്മൾ അവരുടെ വാല്യൂസിനെ മനസ്സിലാക്കിയ വാല്യൂ ആഡ് ചെയ്യാൻ സാധിക്കണം. ഞങ്ങളിതൊന്നും കൊടുക്കില്ല, വേണ്ട ഒരു ജോലി ചെയ്താൽ മതി എന്നൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഭാവിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം.